ആരാ അത്? പേരെന്താ? ആർ കെ പ്രകാശ്. വൈഫിന്റെ പേര്? ഹേമലത. കൗണ്ടറിലെ രജിസ്റ്ററിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് രാമേന്ദ്രൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ വിവാഹം എന്നാ നടന്നത്? മനസ്സുകൊണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ബാക്കി കാര്യങ്ങൾ മനസ്സുകൊണ്ട് മതിയായിരുന്നല്ലോ. ഈ ഹോട്ടൽ മുറിയുടെ ആവശ്യം? നാളെ ഞങ്ങൾ വിവാഹിതരാകുകയാണ്. മിസ്റ്റർ പ്രകാശ്, ഈ കല്യാണത്തിന്റെ സാക്ഷികൾ ഞങ്ങളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഞങ്ങൾക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കി വെക്കരുത്. എടാ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയവനാണ് ആർ കെ ദാസ്. ഞാൻ പറയുന്നത് നിർത്തണ. വെട്ടിൽ വീണതാണത്രേ. വെട്ടിൽ വീണാൽ രക്ഷപ്പെടാൻ പഠിക്കണം. ആ ചുറ്റുപാടിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി. മിനിസ്റ്ററുടെ മകളെയാണ് നിനക്ക് വേണ്ടി ഞാൻ ഫിക്സ് ചെയ്തിരുന്നത്. ഞാൻ അയാളോട് സമാധാനം പറയും. അവളെ ഉപേക്ഷിച്ചല്ലാതെ മേലിൽ ഇവിടെ വരരുത്. ഇതെല്ലാം എന്താണ്? ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റേത് മാത്രം. ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നോ അതോ തെരുവിലിറങ്ങി തെണ്ടുന്നോ? ചേട്ടാ, ഒരു കാര്യം ചെയ്യൂ അമ്മാളോ. ഉറുപ്പിനോട് സിക്ക് ഫോൺ ചെയ്ത് പറയാൻ പറ. ഓക്കെ? ഇതെടുത്ത് കുടിക്ക്. കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. പെട്ടെന്നുണ്ടായതാണ് ഈ കാര്യം. ദുബായില് അച്ഛന്റെ കൂടെയാണ് ജോലി. ഒരു മാസത്തെ ലീവിനാ ഞങ്ങൾ രണ്ടുപേരും വന്നത്. സാറിനെ പോലെ സ്വന്തക്കാരും പരാതിയിലാണ്. എനിക്ക് പരാതിയില്ല. നിങ്ങളെന്നെ കാണാൻ വന്നല്ലോ, അത് മതി. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്, സാറിനെ വന്ന് കാണണമെന്ന്. അമ്മ ഇവിടെ പോയി? അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുക ഊട്ടിയില്. അപ്പൊ നിങ്ങളെന്താ പോവാതിരുന്നത്? അച്ഛന്റെ അമ്മയുടെ കൂടെ നടന്ന് മധുവിധം ആവശ്യിക്കുന്നത് മര്യാദയാണ്. ഒന്നും മിണ്ടാതിരി. സുരേഷ് ആള് കൊള്ളാലോ. സാറിന്റെ മുമ്പിൽ സത്യം പറയാൻ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ശരിയാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒന്ന് രണ്ട് വീടുകളിലൂടെ പോകാനുണ്ട്. അങ്ങനെ ആവട്ടെ. ഓക്കെ, വരട്ടെ. ഡ്രസ് മാറുന്നില്ലേ? ഒന്ന് പുറത്തു പോണം. എന്തിനാ? ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ആദായോ. നാളെ വെളുപ്പിന് നമ്മൾ പോണ്ടതല്ലേ. ഇന്നേ വാങ്ങിച്ചു വെച്ചേക്കാം. ആ, മുല്ലപ്പൂ ഇട്ടാണ് വാങ്ങിച്ചോ? ഒട്ട് മതി കേട്ടോ. ഓക്കെ ഡാർലിംഗ്. ആ, വേഗം വരില്ലേ? ഉടനെ വരാം. എന്താ, ഒന്നും വാങ്ങിച്ചില്ലേ? അത് ഞാൻ പേഴ്സ് എടുക്കാൻ. വരട്ടെ. ഇങ്ങനെ മറങ്ങിയുള്ളൊരു മനുഷ്യൻ. മനസ്സിലായി. വിവാഹം എന്നെ അറിയിച്ചില്ലല്ലോ. നിങ്ങൾ നല്ല പാർട്ടികളാണല്ലോ. പിന്നീട് എന്നെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത്? ഓഹരികളൊക്കെ വാങ്ങിച്ചോ? അതെല്ലാം വേണ്ടെന്ന് വെച്ചു. എന്തെങ്കിലും ഒതുങ്ങി നിൽക്കുന്നത്? നാണിച്ചിട്ടോ കുറ്റബോധം കൊണ്ടോ? രണ്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തു വാ. മുമ്പോട്ട്. ഹായ്.
കൊള്ളാം. ഇതെത്രയാ? എന്നോട് 7 എന്നല്ലേ പറഞ്ഞത്? വെറുതെ തർക്കിച്ച് വഴക്കിടണ്ട. 7 കഴിഞ്ഞാൽ 8 തന്നെയാ. നിങ്ങൾ അങ്ങോട്ട് പോന്നു. ഡോക്ടർ പറഞ്ഞിട്ട് വെറുതെ നടക്കാനിരുന്നതാ. ഞങ്ങൾ സാറിനെ കാണാൻ ഒരു ദിവസം അങ്ങോട്ട് വരുന്നു. വരുമ്പോ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കണം. വരട്ടെ. നല്ല സ്നേഹമുള്ളവരല്ലേ? എടോ ഇൻസ്പെക്ടർ സാറേ, ഒന്ന് വേഗം ഇറങ്ങി വാടോ. ഇതൊരാന കുളിയാണല്ലോ സാറേ. പിന്നെ രാത്രി ഇങ്ങനെ കുളിച്ച ജലദോഷം പിടിക്കും. പോലീസാണെന്ന് കരുതി പനിക്ക് പേടിയൊന്നുമില്ല. ഒന്ന് വിട്ടേ, ഡ്രസ് മാറട്ടെ. ഒന്ന് വേഗം വാ. എടോ, ആ യൂണിഫോം എടുത്തിട്ടേക്കരുത്. ഇന്നായപ്പോ ആ മുല്ലപ്പൂവും ഇല്ല. ഭക്ഷണം കഴിക്കണ്ടേ? ഓ, എനിക്ക് വിശപ്പൊന്നുമില്ല. എന്ന് എനിക്കും വേണ്ട. പൂ പോലെ ഇരുന്ന കൈ ഈ പരുവത്തിലായല്ലോ. തേനെ പിടിക്കുന്ന കൈയല്ലേ ഇത്? കൈ മാത്രമല്ല, പിന്നെ ശരീരം ഗുസ്തിക്കാരുടെ പോലെ ആയിട്ടുണ്ട്. എന്നാലൊന്ന് പിടിച്ചു നോക്കാം. വെറുതെ ഗുസ്തി പിടിച്ച് സമയം പാഴാക്കുന്നതിന്. പിന്നെ മുല്ലപ്പൂ ഇല്ലെങ്കിൽ എന്താ? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ മോനെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൂട്ടുന്നത്. ചില സ്വപ്നങ്ങൾ സത്യമാകാറുണ്ട്. പക്ഷേ അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ? ഛെ, ശല്യം. ഹലോ, എസ് ഐ ഗീത ഹിയർ. ഉണ്ട്, കൊടുക്കാം. ചേട്ടനാ? ഹലോ, അതെ. യെസ് സർ. ഓക്കെ, മാനേജിംഗ് എഡിറ്ററാണ്. ഞാൻ എഴുതിയ റിപ്പോർട്ടുമായിട്ട് വീട്ടിലെത്തണമെന്ന്. ഉടനെ വരാം. ഉറങ്ങിപ്പോലെ. എലവുമരം പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പൊണ്ണ. ചേട്ടാ, ചേട്ടാ, ഇതാ കാപ്പി. ഞാൻ കാരണം വളരെയധികം വിഷമമായല്ലേ? യാതൊരു വിഷമവുമില്ല. നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാത്രം മതി. കൊട്ടാരം പോലൊരു വീടുണ്ടായിട്ടും ഈ വാടക വീട്ടിൽ. അത് സാരമില്ല. കുറെ കഴിയുമ്പോ ചേട്ടൻ തന്നെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. സത്യം,
അതാ പല്ല് ശബ്ദിച്ചു. പ്രകാശ്, സ്നേഹമുള്ള ഭർത്താവാണ് നീ എന്ന് നാട്ടുകാരെ പൊറ്റപ്പെടുത്തും. എന്നിട്ട് വളരെ ബുദ്ധിപൂർവം അവളെ നീ അവസാനം. ഹലോ, എസ് ഐ ഗീത ഹിയർ. പത്ര റിപ്പോർട്ടർ വേണുവിന്റെ അപകട മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏതുവരെയായി? നടത്തിക്കൊണ്ടിരിക്കുന്നു സാർ. ആ ഫയൽ ഇന്ന് തന്നെ എനിക്ക് എത്തിക്കണം. ശരി സാർ. ആരാ മാഡം? എസ് പി സാറാ. എന്റെ ഭർത്താവിന്റെ ഈ ഫയൽ ഇന്ന് തന്നെ അദ്ദേഹത്തിന് എത്തിക്കണമെന്ന്. ആ, എങ്കിൽ ഈ ഫയല് പോക്കാ. പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഭർത്താവിന്റെ കൊലപാതകം അപകട മരണമാണെന്ന് നിയമം വിധി എഴുതിയത് നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് ഞാൻ. എനിക്ക് മടുത്തു കുറുപ്പേ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടരുത്. ഇവിടെ വേലി തന്നെ വിളവ് തന്നെയാണ്. കുറുപ്പിനറിയാമോ? പലരും എന്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്റെ ഈ കാക്കിയോട് പൂരിക്കുമെന്ന്. അങ്ങനെ മറ്റുള്ളവർ ഊരി അറിയിക്കുന്നതിന് മുമ്പ് സ്വയം ഇത് ഊരി അറിഞ്ഞിട്ട് രക്ഷപ്പെടുകയല്ലേ കുറുപ്പേ നല്ലത്? അരുത് മാഡം, സഖാവ് രാഘവന്റെ പാരമ്പര്യം ഇതല്ലായിരുന്നു. എല്ലാം സൂക്ഷിച്ചു വേണം. വേണ്ട, ചെങ്കോട്ട വഴി വന്നാൽ മതി. ഒരു കാരണവശാലും നമ്മുടെ ലോറി ഉപയോഗിച്ചു പോരുത്. ഹലോ, ഒരു കാര്യം കൂടി, വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും എന്റെ പേര് പറയരുത്. ഓക്കെ? ബാക്കി കാര്യങ്ങൾ മായ തന്നെ കൈകാര്യം ചെയ്താൽ മതി. പാലായിൽ അവറാച്ചനെയും കുന്നംകുളത്ത് മുസ്തഫയും കണ്ട് കാര്യങ്ങൾ മായ തന്നെ നേരിട്ട് സെറ്റിൽ ചെയ്യണം. ഞാൻ ഒന്നിനോട് ഞാൻ കൂടെ ഉള്ളപ്പോൾ ഡാർലിംഗ് ഇതിലൊന്നും ഇടപെടണ്ട. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മെഡിക്കേറ്റ്.